ഡയബറ്റീസും ഫാറ്റി ലിവറും PCOS ഒക്കെ ഉള്ള അധികം ആളുകളും പറയുന്നൊരു കാര്യമാണ്. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ജനുവരി തൊട്ട് ഞാൻ എൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യും. അടുത്ത ജനുവരി തൊട്ട് ഞാൻ എൻ്റെ അസുഖത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം ഇപ്പോൾ കുറച്ച് തിരക്കാണ്, നൈറ്റ് ഡ്യൂട്ടിയാണ്, നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇതുപോലെ അടുത്ത മാസത്തിലോട്ടോ 2 മാസത്തിലോട്ടോ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ആ സമയത്ത് വേറെ പ്രശ്നങ്ങൾ കാരണം വീണ്ടും അത് ഡിലേ ആയി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വലിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിനെ 2 മാസം നീട്ടി വെക്കുന്നതിന് പകരം, നിങ്ങളിപ്പോൾ എത്ര തിരക്കുള്ള ജോലി ആവട്ടെ, നൈറ്റ് ഷിഫ്റ്റ് ആവട്ടെ, എന്തോ ആവട്ടെ, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങളെ ലൈഫ് സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, അത് 2 കാര്യം മാത്രമാണെങ്കിൽ അത് മാത്രം ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ ഒരുപാട് നീട്ടി വെച്ചിട്ടുള്ള വലിയ പ്ലാൻ ഉണ്ടാക്കുന്നതിലാണ് നല്ലത് ചെറിയ 1-2 കാര്യങ്ങൾ ചെയ്തിട്ട് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എന്ത് തുടങ്ങാൻ പറ്റുമോ അത് തുടങ്ങുക. എന്നിട്ട് 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ അതിലോട്ട് ആഡ് ഓൺ ചെയ്യാം. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടേം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനും നല്ല രീതിയിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.